اوكي once again السلام عليكم ورحمة الله. اهلا بكم ومرحبا اعزائي الطلبة. അറബി അക്കാദമിയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ അറബിക്ക് അതുപോലെ അഫ്ദലമയുടെ കോമൺ കോഴ്സ് ആയിട്ടുള്ള ഫങ്ഷണൽ അറബിക്കിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇത്. അറബിക്കിനും അതുപോലെ മറ്റ് സബ്ജക്റ്റുകൾ എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവും. നമ്മൾ ഈ ഒരു സബ്ജക്ട് ഫങ്ഷണൽ അറബിക്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫങ്ഷണൽ ആണ്. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യുക, അറബി ഭാഷ നമ്മൾ ഡെയിലി പ്രസന്റ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് അനുയോജ്യമായ രൂപത്തിലാണ് ഇതിന്റെ ചാപ്റ്ററുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റിലെ ബ്ലോക്ക് റമലാൻ മുബാറക് എന്നാണ്. റമലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ യൂസേജസ് ആണ്. അതായത് ഒരു റംലാന് കോണ്ടെക്സ്റ്റ് ആണ്. ഇതിൽ ഓരോ ബ്ലോക്കും ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് മനസ്സിലാക്കും. കോണ്ടെക്സ്റ്റ് മീൻസ് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാഷ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ആ സാഹചര്യത്തിൽ വരുന്ന പദാവലികൾ എന്തൊക്കെയാണ്, ഫ്രേസസ് എന്തൊക്കെയാണ്, അതുപോലെ അത്തരം സന്ദർഭങ്ങളിലെ സെന്റൻസ് സ്ട്രക്ചറുകൾ എങ്ങനെയൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഒരു ചെറിയ ചെറിയ സ്റ്റോറികളിലൂടെയോ അല്ലെങ്കിൽ കോൺവെർസേഷൻസിലൂടെയോ മനസ്സിലാക്കുക. എന്നിട്ട് അതിനുശേഷം അതിൽ വരുന്ന ആദ്യം ഒരു സ്റ്റോറി കൊടുക്കും, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു എസ്സേ കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കോംപ്രിഹെൻഷൻ ആണ്, നമുക്കത് എങ്ങനെ എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ശ്രമിക്കുക. എന്നിട്ട് അതിൽ കൊടുത്ത് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു മെത്തഡോളജി. അതായത് ഈ ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ ഫസ്റ്റ് വരുന്നത് റമലാനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യൂണിറ്റ് റമലാൻ മുബാറക്. I think you know the meaning. Ramadan Mubarak. റമലാൻ മുബാറക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാ പറയാറുള്ളത്? അങ്ങനെ റമലാൻ മുബാറക് അതൊരു വിഷ് ആണ് അല്ലെ. റമലാൻ മുബാറക് എന്ന് പറഞ്ഞാൽ ഹാപ്പി റമദാൻ എന്ന് പറയുന്ന പോലെയുള്ള ഒരു വിഷ് ആണ്. അപ്പോ റമദാൻ മുബാറക്, അല്ലെങ്കിൽ നമുക്ക് മുബാറക് ആയ റമദാൻ അങ്ങനെയും പറയാം. വളരെ പുണ്യമായ പവിത്രമായ റമദാൻ. ഓക്കെ, ഇതില് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും എല്ലാ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ടാവും ലേണിംഗ് ഔട്ട്കം. അതായത് ഔട്ട്കം ബേസ്ഡ് ആണ് ഓരോ ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്ററുകളും. എന്താണ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് സ്കില്ല് കിട്ടണം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ പറയണം, ബാക്കി എല്ലാ ചാപ്റ്ററിലും നിങ്ങളിത് പറയുന്നുണ്ടാവില്ല. വഹ്ദ എന്ന് പറയുന്ന യൂണിറ്റ്. ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ ഒരു സ്റ്റുഡന്റിന് നേടാൻ പറ്റും. എന്തൊക്കെ നേടാൻ പറ്റാം? അത്തഅറുഫ് അലാ ബഅദി തഅബീർ വൽ മുഫ്രദാത്ത് അൽ മുതഅല്ലിക ബിഇഹ്തിഫാൽ റമളാൻ. റമളാൻ സെലിബ്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ മുഫ്രദാത്തുകൾ. മുഫ്രദാത്ത് മീൻസ് വൊക്കാബുലറീസ്. തഅബീർ എന്ന് പറഞ്ഞാൽ ഫ്രൈസസ്. അപ്പോ റമളാനുമായി ബന്ധപ്പെട്ട വൊക്കാബുലറീസും ഫ്രൈസസും ആണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്. രണ്ടാമത് അത്തഹാവുർ ഫിൽ അറബിയ ഫിൽ മുനാസബാത്ത് സഖാഫിയ വദ്ദീനിയ. റിലീജിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ളതോ ആയ ഒക്കേഷൻസിൽ അറബിയിൽ എങ്ങനെ കോൺവെർസേഷൻ ഉപയോഗിക്കാം. മുനാസബാത്ത് സഖാഫിയ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഒക്കേഷൻസ്. മറ്റൊന്ന് ഇസ്തിമാൽ അദവാത്തുൽ ഇസ്തിഫ്ഹാം അൽ മുഖ്തലിഫ ഫിൽ അറബിയ. ഇതാണ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. ഇസ്തിമാൽ അദവാത്തുൽ ഇസ്തിഫ്ഹാം. നമ്മൾ അറബി പ്രയോഗിക്കുന്ന സമയത്ത് ഇസ്തിഫാമുകൾ. ഇസ്തിഫാം മീൻസ് എന്താ? ഇസ്തിഫാം അദവാത്തുൽ ഇസ്തിഫാം എന്താ? ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോഴൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് വരും. അതുപോലെ ഒന്നാണ് അഥവാ. അപ്പൊ ഇതില് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് വരും. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇത് വായിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വായിച്ചു പോവല്ല. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ചില സെന്റൻസിന്റെ ഒക്കെ മീനിങ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ കേട്ടിരിക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് എനിക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആവില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് വായിച്ചു തുടങ്ങാം. എന്നിട്ട് നിങ്ങൾ അതിന്റെ മീനിങ് പറയാൻ ശ്രമിക്കുക. ഞാനതിന്റെ സഹായിക്കാം. അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈല്.
ماذا تعرف عن التقويم الهجري وكيف يختلف عن التقويم الميلادي؟ Here we have the two words تقويم الهجري and the تقويم الميلادي. Do you know എന്താണ് തക്വീം അൽ ഹിജ്രി, തക്വീം മീലാദി? ഹിജറ വർഷം ഉം. അതുപോലെ തക്വീം മീലാദി ജനന മീലാദ് നമ്മൾ വർഷം പറയുമ്പോൾ മീലാദി എന്ന് പറയും. കേട്ടോ? മീലാദ് എന്ന് പറയുന്നത് ജനനവുമായി ബന്ധപ്പെട്ടതാണ് പറയാം അല്ലെ. ജനന വർഷം അങ്ങനെ ജനനവർഷം, ജന്മദിനവും ഹിജറ വർഷം. ഹിജറ വർഷം. നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പറയാം, അൽ ഹിന്ദ് ഹസല അല ഹസൽ അൽ ഹിന്ദ് അല പറയണ്ട എന്താണ് حصل الهند على استقلال الوطن في سنة 1947 ميلادية. അവിടെ ഞാനൊരു വർഷം വരാണ്. 1947 ميلادية. അല്ല ഇങ്ങനെ പറയാം, نحن نعيش في سنة 2025 ميلادية. അതിന്റെ മീലാദി അവിടെ ഞാൻ മീലാദി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് what does it mean? വർഷത്തിൽ അൽഫൈൻ എന്ന് പറയാം 2000 അൽഫൈൻ വഖംസ വഇശ്രീൻ 2025 മീലാദിയ. വർഷത്തിൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന കലണ്ടർ ഏത് കലണ്ടറാ? 2025. ആ 2025 ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അത് ആ കലണ്ടറിന് ഒരു പേരുണ്ട്, അതറിയോ? ഹിജറ അത് മുഹറം സഫർ റബീഉൽ അവ്വൽ, അത് ഹിജറ കലണ്ടർ എന്ന് പറയും. അതുപോലെ നമ്മള് ഇപ്പൊ 2025 ഏത് കലണ്ടർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്? യെസ്. അപ്പൊ അതിന് പറയുന്ന ഓക്കെ ഞാൻ പറയാം. അതായത് അതിന് പറയുന്ന പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് പറയുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ മോഡേൺ കലണ്ടർ എന്നൊക്കെ പറയാം. ആ മീലാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൈസ്റ്റിന്റെ, യേശുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണ് 2025 എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചിട്ട് 2025 വർഷമായി എന്നാണ്. മനസ്സിലാവും? ഓരോ കലണ്ടറുകളും ഒരു പ്രത്യേക ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഇവിടെ മത താരിഫ് തക്വീമിൽ ഹിജ്രി എന്ന് ചോദിച്ചാൽ അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഹിജ്റ കലണ്ടറിനെ കുറിച്ച് അറിയുമോ? എന്താ ഹിജ്റ കലണ്ടർ എപ്പോഴാ തുടങ്ങിയത്? ഹിജ്റ കലണ്ടർ ആരെ സ്റ്റാർട്ട് ചെയ്തെന്നറിയോ? മാതാ താരിഫ് അൻ തഖ്വീം അൽ ഹിജ്രി. ഹിജ്റ കലണ്ടർ തുടങ്ങിയത് ഉമർ റളിയല്ലാഹു ആണ്. അത് സ്റ്റാർട്ട് ചെയ്ത് ഉമർ റളിയല്ലാഹു ആണെങ്കിലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജ്റയുമായി ബന്ധപ്പെട്ട്. ഹിജ്റ ഒരു വലിയ സംഭവമാണ് അല്ലെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് പുതിയൊരു യുഗം തുടങ്ങുകയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹിജ്റ കലണ്ടർ. അതുപോലെ തക്വീം മീലാദി എന്ന് പറഞ്ഞാൽ ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ ഫോളോ. ഓരോ കലണ്ടറാണ് നമ്മള് മലയാളത്തിൽ ഉപയോഗിക്കുന്ന മലയാള മാസങ്ങളുണ്ട്, കൊല്ലവർഷം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കലണ്ടർ ഉണ്ട്. റോമൻ കലണ്ടർ ഉണ്ട്. അങ്ങനെ പല വ്യത്യസ്ത രാജ്യങ്ങളിൽ ഫോളോ ചെയ്യുന്ന കലണ്ടേഴ്സുകളുണ്ട്. നിങ്ങൾക്ക് കലണ്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും ഗൂഗിൾ ചെയ്താൽ കുറെ വിവരങ്ങൾ അതിൽപ്പെട്ടതാണ് മീലാദി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മീലാദിയ എന്ന് പറയുന്നത്. മീലാദിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളുടെ ശേഷം മീലാദിയ എന്ന് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏത് വർഷമാണ്? AD. നമ്മൾ AD BC ഒക്കെ പറയല്ലേ, ADക്കാണ് നമ്മൾ എന്ന് പറയാം മീലാദിയ എന്ന് പറയാം, AD. ഓക്കെ ഓക്കെ. അത് പറയുന്നു التقويم الحجري هو تقويم قمري يتكون من 12 شهرا في سنة مكونة من 354 يوما يستخدمه المسلمون في كل مكان لتحديد الموعد الصحيح لمناسبتهم الدينية. تعتبر الهجرة النبوية من مكة إلى المدينة والتي حدثت في عام 622 ميلادية. അവിടെയൊക്കെ മീലാദിയ മീം എഴുതിയിട്ടുണ്ട്. അപ്പൊ തക്വീമുൽ ഹിജ്രി, തക്വീം ഹിജ്രി എന്ന് പറയുക ഹിജ്റ കലണ്ടർ ഹുവ തക്വീമുൻ ഖമരിയുൻ. അതൊരു ലൂണാർ കലണ്ടർ ആണ്. തക്വീം ഖമരി. സോളാർ കലണ്ടറും ഉണ്ട്, ലൂണാർ കലണ്ടറും ഉണ്ട്. എന്താ ലൂണാർ കലണ്ടർ എന്ന് പറഞ്ഞാൽ?
ലൂണാർ കലണ്ടർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ആശ്രയിച്ചുകൊണ്ട് പറയുന്ന ഉപയോഗിക്കുന്ന കലണ്ടറുകൾക്കാണ് എന്താ പറയാ ലൂണാർ കലണ്ടർ. അപ്പോ ഹിജ്റ കലണ്ടർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹിജ്റയിലെ മാസങ്ങൾ നമ്മൾ എങ്ങനെ കണക്കാക്കല്? റമദാൻ ഒന്നെങ്ങനെ തീരുമാനിക്കുക? അതറിയാലോ നിങ്ങൾക്ക്? മാസം ചന്ദ്രൻ മാസം കാണണം. എന്തുകൊണ്ടാണ് മാസം കാണണം എന്ന് പറയുന്നത്? അത് ലൂണാർ കലണ്ടറാണ്. മാസം ചന്ദ്രന്റെ ഉദയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് കലണ്ടർ തീരുമാനിക്കുന്നത്. അതിലും യതകവ്വൻ മിൻ ഇസ്നൈ അശറ ഷഹ്റൻ. എല്ലാ കലണ്ടറിലും എത്ര മാസം ഉണ്ടാവും? യതകവ്വനു എന്ന് പറഞ്ഞാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അതിൽ കൊടുത്ത നോളജിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താണ്? അതിന്റെ ലാംഗ്വേജ് സ്ട്രക്ചർ ആണ്. യതകവ്വനു എന്ന് പറഞ്ഞാൽ അമ്മാണ് യതകവ്വനു ഉൾക്കൊള്ളുന്നു, ഉൾക്കൊള്ളുന്നതല്ല, രൂപപ്പെടുന്നു. ഇറ്റ് ഈസ് ഫോംഡ്, അല്ലെങ്കിൽ അത് രൂപപ്പെടുന്നു. എന്തിനാൽ? 12 മാസം 12 മാസത്താൽ. ഫിസന മുഖബ്ബന മിൻ 354 മീലാദി. ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ട്? ഹൗ മെനി ഡേയ്സ്? 365. 365. അത് സോളാർ കലണ്ടറിലാണ്. പക്ഷെ ലൂണാർ കലണ്ടറിൽ എത്ര ദിവസം ഉള്ളത്? 354 ആണ്. 354. 354 യൗമൻ. 354 ദിവസമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വർഷങ്ങൾ ഇങ്ങനെ വർഷത്തിൽ കുറെ ദിവസങ്ങൾ കുറഞ്ഞു വരില്ലേ? കഴിഞ്ഞ വർഷത്തെ റമദാൻ ഉള്ള സമയത്തല്ല ഇനി അടുത്ത വർഷം ഉണ്ടാവുക. ഓക്കെ. യസ്തഖ്ദിമുഹു അൽ മുസ്ലിമൂന ഫി കുല്ലി മക്കാനിൻ. യസ്തഖ്ദിമുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ അത് യൂസ് ചെയ്യുന്നു. ഇസ്തഖ്ദമമാണ് ഇസ്തഖ്ദമ, ഫി കുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലങ്ങളിലും. ലിതഹ്ദീദി അൽ മൗഇദ് സഹീഹ്. എന്തിനാ? തഹ്ദീദ് മാന നിർണയിക്കുക. യെസ്, കറക്റ്റ്. നിർണയിക്കുക. അൽ മൗഇദ് സഹീഹ്, ശരിയായ സമയം. മൗഇദ് എന്ന് പറഞ്ഞാൽ സമയം. ലിമുനാസബതിഹിമുദ്ദീനിയ, അവരുടെ മതപരമായ ഒക്കേഷൻസ് അല്ലെങ്കിൽ മതപരമായ ആഘോഷങ്ങൾക്ക് വേണ്ടി. മുനാസബ എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നോ അല്ലെങ്കിൽ ഓരോ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങൾക്കൊക്കെ മുനാസബ എന്ന് പറയാം. മുനാസബ. അപ്പോൾ മതപരമായ ആഘോഷങ്ങൾക്ക് ശരിയായ ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിമീങ്ങൾ ലൂണാർ കലണ്ടർ ആയിട്ടുള്ള ഹിജ്റ കലണ്ടറിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ. തുഅ്തബറു അൽ ഹിജ്റ അൻ-നബവിയ്യ മിൻ മക്ക ഇലൽ മദീന. തുഅ്തബറു അമാന തുഅ്തബറു എഴുത്തിബാർ കേട്ടില്ലേ? തുഅ്തബറു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ്, പരിഗണിക്കപ്പെടുന്നു. തുഅ്തബറു അൽ ഹിജ്റ അൻ-നബവി, ഹിജ്റ, ദ പ്രൊഫറ്റിക് ഹിജ്റ, ഹിജ്റ പരിഗണിക്കപ്പെടുന്നു. മിൻ മക്ക ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ പരിഗണിക്കപ്പെടുന്നു. പിന്നെ ഏതും വല്ലത്തി ഹദസത് ഫി ആം, ഏത് ഹിജ്റയാണ്? വല്ലത്തി ഹദസത്, ഹദസമന സംഭവിച്ചു, ഇറ്റ് ഹാപ്പൻഡ്. വല്ലത്തി ഹദസത് ഫി ആം, ഏതാ വർഷം? 612 മീലാദിയ്യ, AD 622 അത് സംഭവിച്ചിട്ടുള്ളത്. AD 622. ഓക്കെ. അപ്പൊ ADക്കാണ് എന്താ പറയാ? മീലാദിയ്യ. BCക്ക് എങ്ങനെ പറയാ അപ്പൊ അറബിയില്? How to say BC in Arabic? ഖബ്ല അൽ മീലാദ് അങ്ങനെ പറയാം. ഖാഫ് മീമാണ് ഇട, ഖാഫ് മീം, ഖബ്ല അൽ മീലാദ്. നുക്തത ബിദായത ലിഹാദ തഖ്വീം, ആ ഹിജ്റയാണ് പ്രവാചകന്റെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ഹിജ്റയാണ് നുക്തതു ബിദായത ലിഹാദ തഖ്വീം. ഈ ഹിജ്റ കലണ്ടറിന്റെ നുക്തത്തുൽ ബിദായ. നുക്തത്തുൽ ബിദായമാണ് നുക്ത. താരിഫുൻ നുക്ത, മാ മാന നുക്ത? അറിയില്ല. ബിദായത്ത് തുടക്കം. യെസ്, ബിദായ തുടക്കം. നുക്ത മീൻസ് പോയിന്റ്. നുക്തത്തു ബിദായ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ ഹിജ്റയാണ് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അശ്ശഹ്റു ഫീ തഖ്വീമിൽ ഹിജ്രി ഇമ്മ അൻ യകൂന 29 ഔ 30 യൗമൻ. അപ്പൊ ഹിജ്റ വർഷത്തിൽ ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടാവും?
അശ്ശഹ്റു ഫി 29 തഖ്വീം അല്ലെങ്കിൽ 30 ഹിജ്രി. ദിവസം. ഇമ്മ അയ്യക്കൂന, ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ. അതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാണ്ടോ. ഇമ്മ അയ്യക്കൂന 23 ഔ 30 യൗമൻ, 29 ഔ 30 യൗമൻ. ഓക്കെ, ഒന്നെങ്കിൽ 29 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ 30 ദിവസമായിരിക്കാം. ഉദാഹരണത്തിന് പറയാണ്, എന്താ പറയാ, عليكم أن تذهبوا إلى المدينة أو إلى السوق إما بالقطار أو بالباص. എന്താ പറയാ, ഒന്നുകിൽ നിങ്ങൾക്ക് ബസ്സിൽ പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം. അപ്പൊ ഇമ്മ ബേസിക്കലി. وأسماء الأشهر في التقويم الهجري هي كما يلي. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹിജ്റ കലണ്ടറിലെ മാസങ്ങളുടെ പേര് ജസ്റ്റ് വായിച്ചു പോവാം. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉ സാനി എന്ന് പറയല്, റബീഉൽ ആഖിർ എന്നല്ല പറയുന്നത്. റബീഉൽ ആഖിർ, അങ്ങനെ ഉപയോഗിക്കാം. അപ്പോ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ ശരിയായ ഇതിൽ മിസ്റ്റേക്ക് വന്നതാണ്. റബീഉൽ ആഖിർ എന്ന് തന്നെ പറയണം കേട്ടോ. ജുമാദ അൽ ഊല എങ്ങനെ പറയേണ്ടത് മാസം? ഒന്ന് പറയാൻ പറ്റുമോ മാസങ്ങളുടെ പേര്? ജമാദുൽ ജമാദ്, ജുമാദ് സാനിയ, റജബ്, ശഅബാൻ, ജമാദുൽ ഊല എന്നാണോ? ജമാദുൽ ഊല എന്നാണോ? ജമാദുൽ ഊല, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ. അവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അതായത് രണ്ട് രൂപത്തില് പറയാം. ജമാദ് എന്നാണ് പറയുന്നതെങ്കിൽ ജമാദുൽ അവ്വൽ എന്ന് പറയണം, അല്ലെങ്കിൽ എന്ത് പറയണം? ജുമാദ അൽ ഊല, ജുമാദ അൽ ഊല നീട്ടി പറയണം. ജുമാദ അൽ ഊല, ജുമാദ അൽ ഉഖ്റ. ജുമാദ മുഅന്നസ് ആണ്, അപ്പൊ മുഅന്നസ് എങ്ങനെ പറയേണ്ടത് വെച്ചാൽ അതുപോലെ പറയണം. ജുമാദ അൽ ഊല അല്ലെങ്കിൽ ജുമാദ അൽ ഉഖ്റ. സാനിയ എന്നുള്ളത് മാറ്റിയിട്ട് ഉഖ്റ എന്നാക്കുക. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ. ഓക്കെ, മുദക്കറായിട്ട്. ഒന്ന് മുദക്കറാണ്, ഒന്ന് മുഅന്നസാണ്. നെക്സ്റ്റ് റജബ്, ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഫറമളാൻ ഹുവ അശ്ശഹ്റു താസി മിൻ അശ്ഹുരി തഖ്വീം. ഈ റമളാൻ എന്ന് പറയുന്നത് ഈ ഹിജ്റ കലണ്ടറിന്റെ 9ാമത്തെ മാസമാണ്. വഹുവ അഅലമു മൗസിമിൻ ദീനിയ്യിൻ ഫിൽ ഇസ്ലാമി. അത് ഇസ്ലാമിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മൗസിമാണ്. മൗസിം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കാലം എന്നാണ് അർത്ഥം, ഒരു സീസൺ. മൗസിം എന്നുള്ളതിന്റെ ശരിക്കും സീസൺ എന്നാണ്. മൺസൂൺ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് മൗസിം എന്നാണ്. മൺസൂൺ കാലം എന്നൊക്കെ പറയില്ല, മൗസിം എന്ന് വന്നാണ് മൺസൂൺ. വഹു അഅലമു മൗസിമിൻ ദീനിയ്യിൻ ഫിൽ ഇസ്ലാം യഹ്തഫിലുൽ മുസ്ലിമൂന. മുസ്ലിമീങ്ങൾ അതിനെ ഇഹ്തിഫാൽ ചെയ്യുന്നു. മഅന ഇഹ്തഫല, ആഘോഷിക്കുന്നു. യെസ്, സെലിബ്രേറ്റ്. they are celebrating. യഹ്തഫിലുഹു അൽ മുസ്ലിമൂന ബിൽ ഖുർബാത്തി. ഖുർബാത്ത് കൊണ്ട്, ഖുർബാത്ത് മാന ആരാധനകൾ തന്നെയാണ്, അതായത് പുണ്യകർമ്മങ്ങൾ. തആത്ത് എന്ന് പറഞ്ഞാലും ആരാധനകൾ. ലില്ലാഹി തആല, അല്ലാഹുവിനെ ആരാധന വഴിപ്പെട്ടുകൊണ്ടും ഖുർബാത്തുകൾ കൊണ്ട്. വബിഖിദ്മതി ഖൽഖിഹി, അതുപോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളെ ഖിദ്മ ചെയ്തുകൊണ്ട്, സേവനം ചെയ്തുകൊണ്ട്. വബി മുആസാത്തി ഇബാദിഹി, മുവാസാത്ത് മാന സ്വാന്തനം നൽകുക. മുവാസാത്ത് ഇയാലിഹി, അള്ളാഹുവിന്റെ അടിമകളെയും അള്ളാഹുവിന്റെ പ്രജകളെയും. ഇയാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇയാല്, കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. ഇയാൽ എന്നല്ലേ, നമ്മുടെ മക്കൾക്കൊക്കെയാണ് നമ്മൾ ഇയാൽ എന്ന് പറയാം. ഇയാൽ അത് അള്ളാഹുവിന്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആളുകളാണല്ലോ നമ്മള്. يعتقد أن القرآن الكريم أنزل في هذا الشهر. ഖുർആൻ കരീം ഈ മാസത്തിലാണ് ഇറക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഖുർആൻ പറയുന്നുണ്ടല്ലേ, വന്നാസു ഫി ഹാദ അശ്ശഹ്രി യസൂമൂന ഫി നഹാരിഹി. ഈ മാസത്തിലെ ആളുകളൊക്കെ പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു? യസൂമൂന ഫി നഹാരിഹി, നഹാർ മാന പകൽ. വയഖൂമൂന ബിലയാലിഹി, അതിന്റെ രാവിലെ അവരെന്ത് ചെയ്യുന്നു? നോമ്പെടുക്കുന്നു. ഖിയാമുൽ ലൈൽ, രാത്രിയിലോ? യഖൂമൂന ബിലയാലിഹി. ഖാമ ബിൽ ലൈലി എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിൽക്കുന്നു. രാത്രിയിൽ നിസ്കരിക്കുന്നു. യെസ്.
വയതസദ്ദഖൂന ബിഅംവാലിഹിം, അവരുടെ സമ്പത്ത് കൊണ്ട് അവർ സ്വതക്ക ചെയ്യുന്നു. യത്ലൂന കിതാബല്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുന്നു. ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ, ആനാ അല്ലൈലി എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ നൈറ്റ്സ്, രാത്രിക്കിടയിൽ, രാത്രിയുടെ സമയങ്ങൾക്കിടയിൽ. ആനാ, ആന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആന സമയം എന്നാണ് അർത്ഥം കേട്ടോ. ആൻ എന്ന് പറയില്ലേ, അൽ ആൻ, അൽ ആൻ എന്ന് പറയുന്ന അർത്ഥം അല്ല ഇപ്പോൾ എന്നുള്ളത് അർത്ഥമില്ല. ഇപ്പോൾ. അൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. അപ്പോ ആ അലിഫ്ലാം ഇല്ലാതെ ആൻ എന്ന് പറയുന്ന അർത്ഥം ആൻ, സമയം. സമയം. അതിന്റെ ജമ്മാണ് ആന. ആൻ ജമ്മ് ആന. അന ഉല്ലൈലി അത്റാഫൻ നഹാർ. അത്റാഫൻ നഹാർ എന്ന് പറഞ്ഞാല് പകലിന്റെ സമയങ്ങളിലും. അത്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് എൻഡ് ടൈം എന്നൊക്കെയാണ് ശരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് പകലിലെ സമയങ്ങളില്, ഫ്രീ സമയത്തിന് അത്രാഫുൽ യൗം എന്നൊക്കെ പറയാം, അത്രാഫുൽ വഖ്ത് എന്ന് പറയും. വയതഖറബൂന ഇലല്ലാഹി ബിർതികാബിൽ അഅമാലിസ് സാലിഹാത്ത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവർ അല്ലാഹുവിലേക്ക് അടുക്കുന്നു. വജ്തിനാബി അൽ ഫവാഹിഷ് വൽ മുൻകറാത്ത്, തെറ്റായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർ അല്ലാഹുവിലേക്ക് അടുക്കുന്നു. അപ്പൊ ഇപ്പൊ ഈ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇത് ശരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ള ഭാഗമല്ല, അതിന്റെ ഒരു ഇൻട്രോ ആണ്. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ അതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഡിഫിക്കൽട്ട് ഇല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്ന ഏതാണ് അൽ ഹിവാർ. ഇതാണ് നമ്മുടെ വിഷയം വരുന്നത്. വളരെ ചെറിയൊരു അൽ ഇബൻ അൽ വാലിദ്, രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഇബന് ഉപ്പാനോട് പറയാണ്, എന്താണ്? ഗദൻ റമളാൻ യ അബി, നാളെ നിങ്ങൾ പറയും മീനിങ്, ഞാൻ പറയും. ഗദൻ റമളാൻ, ഗദൻ എന്ന് പറയാ മാമാന ഗദൻ, നാളെ. നാളെ റമളാൻ, നാളെ റമളാൻ ആണ്. യ അബി അഅലന അൽ മുദീഉ മുൻദു ലഹ്ള, അഅലന അൽ മുദീഉ, ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അഅലന എന്ന് പറഞ്ഞാല് ഇഅ്ലാൻ എന്നൊക്കെ പറയില്ലേ, പ്രഖ്യാപിച്ചു. യെസ്. അഅലന അൽ മുദീഉ. ആരാ മുദീഉ? മുദീ എന്ന് പറഞ്ഞാല് വാർത്ത പറയുന്ന ആൾക്കാണ് മുദീ എന്ന് പറയാം. അതിനെന്താ പറയാ? വാർത്ത പറയുന്ന ആൾക്ക്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ആള്, അതാണ് മുദീ. ടെലിവിഷൻ ന്യൂസ് റീഡർ. നിങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അയലനൽ മുദീഉ മുൻദു ലഹ്ള, കുറച്ച് സമയമായിട്ട് പിന്നെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റർ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുദീഉ എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെലിവിഷനിൽ ന്യൂസ് എയർ ചെയ്യുന്ന ആൾക്കാണ് മുദീഉ എന്ന് പറയുന്നത്. മുൻദു ലഹ്ള, മാന മുൻദു ലഹ്ള, ലഹ്ള അറിയല്ലോ, ലഹ്ള സംടൈം. മുൻദ് എന്ന് പറഞ്ഞാൽ ഫോർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, സിൻസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അൽഹംദുലില്ലാഹ് ലഖദ് അഹ്ലർതു മഈ കുല്ല മാ നഹ്താജു ഇലൈഹി ഫിസ്സുഹൂർ. പിതാവ് പറയാണ്, അൽഹംദുലില്ലാഹ് ലഖദ് അഹ്ലർതു മഈ കുല്ല മാ നഹ്താജു ഇലൈഹി ഫിസ്സുഹൂർ. മാന ഹാദിഹിൽ ജുംല ആരിഫുൻ? മാന ഹാദിഹിൽ ജുംല? ലഖദ് അഹ്ലർതു മഈ, അഹ്ലർതു മഈ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. കുല്ല മാ നഹ്താജു ഇലൈഹി, കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയിൽ കഴിക്കാനുള്ള ഭക്ഷണമല്ലേ? സുഹൂർ മാന അത്താഴത്തിന് കഴിക്കേണ്ട ഭക്ഷണം എല്ലാം കൊണ്ടുവന്നത്. സുഹൂർ എന്ന് പറയാം, അത്താഴത്തിനാണ് സുഹൂർ എന്ന് പറയാം. സുഹൂർ എന്ന് പറയും. പുലർക്കാല സമയത്തിനൊക്കെ സുഹൂർ എന്ന് പറയാം. അൽ ഇബൻ, അപ്പോ മകൻ പറയാണ്, വഅദ്തനി അൻ നസൂബ ഹാദൽ ആം യാ അബി. വഅദ്തനി, വഅദ മാ മാന വഅദ? ക്ഷണിക്കുക, വഅദ എന്ന് പറഞ്ഞാൽ പ്രോമിസ് ചെയ്യാം. വഅദ, യു പ്രോമിസ് മീ, നീ, താങ്കൾ എന്നോട് വഅദ എന്താ പറയാ, പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അൻ നസൂമ ഹാദൽ ആം യാ അബി, ഉപ്പ ഈ വർഷം ഞാൻ നോമ്പെടുക്കാം, എനിക്ക് നോമ്പെടുക്കാനുള്ള പെർമിഷൻ നിങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നതാണ് മോൻ പറയുന്നത്. അൽ വാലിദ് വഅന ഇൻദ വഅദി, വഅന ഇൻദ വഅദി, ആണ് ഒരു പ്രയോഗമാണ്, ഒരു ഫ്രൈസ് ആണത്. അന ഇൻദ വഅദി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള. ഇൻദ വഅദി, വഅദ് എന്ന് പറഞ്ഞാൽ പ്രോമിസ്. അപ്പൊ വഅദി എന്ന് പറഞ്ഞാൽ
എന്റെ മൈ പ്രോമിസ്. അന ഇൻദ വഅദി എന്തായിരിക്കും ഒന്ന് ഞാൻ ഗസ് എന്റെ ചെയ്ത് വാക്ക് പാലിക്കുന്നു എന്നുള്ള യെസ് അർത്ഥമാണോ? യെസ് ഐ വിൽ കീപ് മൈ പ്രോമിസ് എന്നാണ് അർത്ഥം. ഐ ആം വിത്ത് മൈ പ്രോമിസ്. ഐ ആം വിത്ത് മൈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ വാക്കിൽ തന്നെയാണ്, ഞാൻ ആ വാക്കിൽ തന്നെയാണ്, മാറ്റിയിട്ടില്ല. സിർത സിർതൽ ആന റജുലൻ, സിർതൽ ആന റജുലൻ, സിർത സാറ സിർത, സിർതൽ ആന റജുലൻ, ما معنى هذا സിർത? ആയി യെസ് സിർത. ആര്? സിർത ഇപ്പോൾ ഒരു നീ ആയിട്ടുണ്ട് നീ ആയിട്ടുണ്ട്, നീ ഇപ്പോൾ നീ ഒരു ആയിട്ടുണ്ട്. പുരുഷനായിട്ടുണ്ട്. യെസ് നീ ആയിട്ടുണ്ട്. സിർത്ത അൽ ആന റജുലൻ, നീ ഒരു വലിയ മനുഷ്യനായിട്ടുണ്ട്. ഓൾറെഡി പുരുഷനാണ്, പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, റജുൽ എന്നുള്ള ചില സമയത്ത് മനുഷ്യൻ. മാൻ, അതായത് ഒരാളായിട്ടുണ്ട്, നീ ഒരു വലിയ ആളായിട്ടുണ്ട്. ഫസിയാമു വാജിബുൻ അലൈക, അതുകൊണ്ട് നോമ്പ് നിനക്ക്. നോമ്പ് നിന്നെ നിർബന്ധമാണ്. അപ്പൊ മോൻ ചോദിക്കാണ് മത സനതനാവലു സുഹൂർ, സനതനാവലു സുഹൂർ, യെസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? മത സനതനാവലു, ഭക്ഷണം കഴിക്കുന്നതിന് സമയത്ത് ഉപയോഗിക്കുന്ന വേർഡാണ് തനാവല. ഹൽ തനാവൽതും അൽ അശ, ഹൽ തനാവൽതും അൽ അശ? لا. لماذا تأخرتم الحين؟ أنتن لم تتناولن السحور العشاء. تناول العشاء എന്ന് പറയുന്നത് നിങ്ങൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടോ? yes. تناول الفطور എന്ന് പറയാലോ, ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? هل تناولتم الغداء؟ ലഞ്ച് ലഞ്ച് കഴിച്ചിട്ടുണ്ടോ? ഓക്കെ അക്സെന്റ്. അപ്പോ പിതാവ് പറയാണ് സനതനാവലുഹു ഖബല അൽ ഫജ്ർ, നമ്മൾ എപ്പോഴാണ് കഴിക്കുക? ഖബല അൽ ഫജ്ർ, പ്രഭാതത്തിന് മുമ്പാണ്. സുമ്മ നസ്തരിഹു ഖലീലൻ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു നേരം വിശ്രമിക്കും. വിശ്രമിക്കും. فإذا حان الفجر نذهب إلى المسجد للصلاة. فإذا حان هنا ده لفظ هنا لفظ حان. ما معنى حان؟ സമയമായാൽ. ഹീന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഫൈദാ ഹാന എന്ന് പറഞ്ഞാൽ സമയമായ, ഹാനൽ ഫജർ, സമയം, ഫജറിന്റെ സമയമായാൽ നദ്ഹബു ഇലൽ മസ്ജിദി, നമ്മൾ പള്ളിയിലേക്ക് പോകും, നിസ്കാരത്തിന് വേണ്ടി പോകും. ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി പോകും. ഓക്കെ അല്ലിബിൻ ഇനി മോമറാണ് أريد أيضا أن أذهب معك لصلاة التراويح غدا. أريد أيضا معنا ഞാൻ ഉദ്ദേശിക്കുന്നു أن أذهب معك لصلاة التراويح. നിങ്ങളുടെ കൂടെ നാളെ തറാവീഹ് നിസ്കരിക്കാൻ പോകും. Yes. الوالد بارك الله فيك سنصلي العشاء والتراويح في المسجد كل ليلة بإذن الله. Okay, سنصلي العشاء. سنصلي. We will offer the Isha. Yes, നമുക്ക് നിസ്കരിക്കാം. സനുസല്ലി. ഒക്കെ ഫ്യൂച്ചർ പറയുമ്പോഴാണ് സ ഉപയോഗിക്കുക അല്ലെ? മുലാരിയുടെ കൂടെ സ എപ്പോഴും ഉപയോഗിക്കാം? അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എന്ന് പറഞ്ഞാല് അള്ളാഹു പിന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അല്ലിബൻ മാ അഅലമ സഅദതി, അതൊരു ഫ്രൈസ് ആണ്. മാ അഅലമ സഅദതി എന്താണ്? സന്തോഷം. സഅദത്ത് എന്ന് പറഞ്ഞാൽ happiness. സന്തോഷം. What a great happiness for me. What a great, എന്തൊരു വലിയ സന്തോഷാണത്. മാ അഅലമ സഅദതി, അതൊരു ഫ്രൈസ് ആണ്. മാ അഅലമ, അത് നിങ്ങൾ ഇനി ഗ്രാമറിലൊക്കെ പഠിക്കാൻ പോകുന്നതിന്റെ ഒരു സ്ട്രക്ചർ. ഉദാഹരണത്തിന് വേറെ എന്ന് പറയാം, മാ എന്താ പറയാ, മാ അഅലമ നജാഹി, എന്റെ എത്ര വലിയൊരു വിജയമാണ് എന്റേത്. മാ അജ്മല ഹാദിഹി സഹറ, മാ അജ്മല ഹാദിഹി സഹറ എന്നർത്ഥം. എന്തൊരു ഭംഗിയുള്ള പൂന്തോട്ടം. യെസ്, എന്തൊരു ഭംഗിയുള്ള ഫ്ലവർ ആണിത്. അപ്പൊ അങ്ങനെയാണ് പറയാം. വാട്ട് എ ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് മാ അജ്മല എന്ന് പറയാം. ഓക്കെ, സഅദ്ഹബു ഇലാ വാലിദതി വഅഖ്ബിറുഹാ, ഞാൻ എന്റെ വാലിദത്തിന്റെ അടുക്കലേക്ക് പോകും, എന്നിട്ട് ഉഖ്ബിറുഹാ, ഓക്കെ, ഉമ്മാനോട് പറയും. കുല്ലഹ, ഉമ്മാനോട് അപ്പൊ പറയണം, കുല്ലഹ തുഇദ് സുഹൂറൻ ലിസലാസ യാ ബുനയ്യ,
മോനെ തുഇദ്ദു സുഹൂറൻ അഅദ്ദ അഅദ്ദ മാ മഅന അഅദ്ദ അഅദ്ദ നിർമ്മിച്ചു. അഅദ്ദ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ തയ്യാറാക്കുക. ഖുൽ ലഹാ തുഇദ്ദു സുഹൂറ ലിസലാസത്തിൻ യാ ബുനയ്യ, മോനെ 3 പേർക്കുള്ള സുഹൂർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉമ്മയോട് പറയും റമളാൻ മുബാറക്. ഉമ്മാനോട് എന്തുകൂടി പറയാം? റമളാൻ മുബാറക്, ഹാപ്പി റമളാൻ. ഓക്കെ, ഇത്രയുള്ള നമുക്ക് ഇതിൽ പഠിക്കാൻ. ഇനിയാണ് പ്രധാന ഭാഗങ്ങൾ വരുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ ഈ വായിച്ചത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ഇതിന്റെ ഒരു സ്റ്റൈല്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇതിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഹൽ ഹൽ ഗദൻ റമളാൻ, എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം അറിയില്ല. ഹൽ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഹൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആണോ? ആണോ. അപ്പൊ ഹൽ ഗദൻ റമളാൻ, നാളെ നോമ്പാണോ? അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യാ? നാം. ഹൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് വേണം? ഒന്നുകിൽ നാം എന്ന് പറയണം, അല്ലെങ്കിൽ യെസ്, നാം ഗദൻ റമളാൻ. ഹൽ സാമൽ ഇബ്നു ഫിൽ ആമിൽ മാളി, ഈ സ്റ്റോറി മനസ്സിലാക്കി നിങ്ങൾ എന്താ മനസ്സിലാക്കിയ? ഹൽ സാമൽ ഇബ്നു ഫിൽ ആമിൽ മാളി, മുമ്പ് എടുത്തിരുന്നോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഇല്ല എന്ന് പറയാം, എന്നിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ്? മാ സാമൽ ഇബ്നു ഫിൽ ആമിൽ മാളി. അവിടെ മാ സാമ എന്ന് പറയാൻ അർത്ഥം എന്താ? എടുത്തിട്ടില്ല. മുലാരിയുടെ മാലിയായ വാക്കിന്റെ കൂടെ മാ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ്. മാ സാമ. ഹൽ അൻത താലിബ്, ആർ യു എ സ്റ്റുഡന്റ് അല്ലേ? ഹൽ ഒരു വിദ്യാർത്ഥിയാണോ? അപ്പൊ ആർ യു എന്നുള്ളതിന് ഹൽ വെച്ചിട്ട് ചോദിക്കുക. നഅം അന താലിബ്. ഹൽ ഹുവ തബീബ്, ഹൽ ഹുവ അവനൊരു ഡോക്ടറാണ്. ഈസ് ഹി എ ഡോക്ടർ? ഇല്ല. ഹുവ മുദർരിസുൻ. തബീബ് അല്ല, ലൈസ ഇന്നഹു ലൈസ തബീബ് ബൽ ഹുവ മുദർരിസുൻ. ഹൽ ഗദൻ ഈദുൽ ഫിത്ർ, പെരുന്നാളാണോ? നഅം ഗദൻ ഈദുൽ ഫിത്ർ. അപ്പൊ ആണോ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹൽ. അടുത്തത് മാദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാദ. മാദ അഅലനൽ മുദിയ, എന്താണ്? അതൊരു ഒബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കാനാണ് എന്ത് ഉപയോഗിക്കുക. അതിനുശേഷം കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയണം അതിന്റെ ആൻസറിൽ. എന്താണ് മുദി, ബ്രോഡ്കാസ്റ്റർ എന്താണ് പ്രഖ്യാപിച്ചത്? അഅലനൽ മുദിഉ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ മഫ്ഊല് പറയാം. അഅലനൽ മുദിഉ എന്ന് പറഞ്ഞിട്ട് മഫ്ഊല് പറയണം. എന്താണ് മഫ്ഊല്? അഅലനൽ മുദിഉ അന്ന ഗദൻ റമളാൻ, നാളെ നോമ്പാണ് എന്ന് പറഞ്ഞു. ഗദൻ. മദ് അഹ്ലറൽ അബ്, എന്താണ് ഉപ്പ കൊണ്ടുവന്നത്? അഹ്ലറൽ അബു കുല്ലമാ യഹ്താജു ഇലൈഹി ഫിസ്സുഹൂർ. ഇതൊക്കെ നമ്മൾ ടെസ്റ്റിൽ ഉള്ള അതേപോലെ തന്നെ. ഓക്കേ, അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. മാദാ തുഇദുൽ ഉമ്മു ലിഉസ്റതി ഹാദിഹിൽ ലൈല, ലിൽ ഉസ്റ ഹാദിഹിൽ ലൈല. ഉമ്മ ഈ രാത്രിയിൽ എന്താണ് ഉമ്മ കുടുംബത്തിന് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? തുഇദ്ദുൽ ഉമ്മു ഹാദിഹിൽ ലൈല അസ്സുഹൂറ ലിൽ ഉസ്റ, സുഹൂറാണ് തയ്യാറാക്കുക. ഓക്കേ, മാദാ തുരീദ് അൻ തതനാവല ഫി സുഹൂർ? മാദാ തുരീദ്, what you want? മാദാ തുരീദ് എന്ന് പറഞ്ഞാൽ മാദാ തുരീദ് അൻ തതനാവല ഫി സുഹൂർ, what you want to have. what you want to eat and what you have to have. Yes, accept. أريد أن أتناول الرز في السحور. أريد أن أتناول الرز. ما معنى الرز؟ الرز رئيس شورن. ماذا تفضل أن تتناول في الإفطار؟ إفطار ننظف. ماذا تفضل؟ ما معنى تفضل؟ ഇഫ്താറിന് എന്താണ് കഴിക്കാൻ ഏറ്റവും ശ്രേഷ്ഠം? നമ്മൾ ഫലൽ എന്നുള്ളത് ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിൽ പറയാം. പക്ഷെ അത് പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ അറബിക്കില് ഫല്ലല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ശ്രേഷ്ഠമാക്കി എന്നർത്ഥം പറയരുത്. പിന്നെന്താണ്? പ്രിഫർ ചെയ്യാന്നാണ്. പ്രിഫറൻസ് കൊടുക്കുക. മാതാ തുഫലിൽ വാട്ട് യു പ്രിഫർ. എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? നീ എന്താണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രിഫർ, അതാണ് തുഫലിലുവിന്റെ അർത്ഥം കേട്ടോ. അപ്പോ ഒരു വേർഡിന് തന്നെ പല അർത്ഥങ്ങളുണ്ടാവും. ഇപ്പൊ ഒരു സാധാരണ ഡെയിലി യൂസേജില് തുഫല്ലിൽ എന്ന് പറഞ്ഞാൽ പ്രിഫർ ചെയ്യാൻ അർത്ഥം. മാദാ തുഫല്ലിൽ അൻ തതനാവല ഫിൽ ഇഫ്താർ,
ماذا تفضل നീ എന്താണ് പ്രിഫർ ചെയ്യുന്നത് أريد أن أتناول التمر والعصير في الإفطار ഞാന് ഈത്തപ്പഴവും ജ്യൂസും യെസ് ആണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനി കഴിക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. വേർഡ് ആണ് അടുത്ത ഇസ്തിഫാം അദാത്തുൽ ഇസ്തിഫാണ് മത. മത എന്നതിന്റെ മീനിങ് എന്താ? എപ്പോൾ എപ്പോൾ യെസ്. മത യസൂമുൽ മുസ്ലിമൂന ആദതൻ. മത യസൂമുൽ മുസ്ലിമൂൻ യസൂമുൽ മുസ്ലിമൂൻ. അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ കണ്ടോ ആ സെന്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നിട്ട് അതിന്റെ ലാസ്റ്റ് അതിന്റെ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മത യസൂമുൽ മുസ്ലിമൂന ആദതൻ ഫീ ശഹ്രി റമളാൻ. യെസ്. متى يتناول المسلمون السحور عادة؟ عادة معنى عادة വർഷം عادة എന്ന് പറഞ്ഞാൽ യൂഷ്വലി പതിവായിട്ട് യൂഷ്വലി عادة പതിവായിട്ടില്ലാണ് عادة. يتناول المسلمون السحور قبل الفجر عادة. മുസ്ലിമുകൾ സാധാരണ എപ്പോഴാണ് قبل الفجر لا. متى تذهب إلى الكلية؟ متى تذهب إلى الكلية؟ يس أذهب إلى الكلية صباحا. متى تتناول العشاء؟ سوري عشاء لا. متى تتناول എന്താ പറയണ്ടേ എങ്ങനെ വായിക്കാം? അഷ എന്ന് പറഞ്ഞ ഭക്ഷണമാണ്. ഇഷ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. ഇഷ എന്നുള്ള ടൈമിന് ഉപയോഗിക്കാം, നിസ്കാരത്തിന് പറയാം. അഷ എന്ന് പറഞ്ഞാൽ ഡിന്നർ. متى تتناول العشاء؟ أتناول العشاء في الساعة സമയം എങ്ങനെ പറയാൻ കൂടി ശ്രദ്ധിക്കാം. في الساعة الثامنة مساء. مساء എന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരല്ലേ? വൈകുന്നേരം 8 മണി. വൈകുന്നേരം 8 മണി എന്ന് പറഞ്ഞാല് വൈകുന്നേരം 8 മണി എന്നാല് വൈകുന്നേരം 8 മണിക്ക് ഉണ്ടാ ഇല്ല, രാത്രി 8 മണി. അപ്പൊ മസാന്റെ മസാ ഇവിടെ ഉദ്ദേശിക്കുന്നതോ സബാഹൻ മസാ എന്നുള്ള അറബില് രാവിലെ വൈകുന്നേരം എന്ന് ഉപയോഗിക്കുമെങ്കിലും സബാഹൻ മസാ എന്നുള്ളത് AM നും PM നും ഉപയോഗിക്കും. അപ്പൊ PM ആണെങ്കിൽ എന്താ ഉപയോഗിക്കാം? മസാ. അപ്പൊ PM വരുന്ന എല്ലാ ടൈമിനും നമുക്ക് മസാ എന്ന് ഉപയോഗിക്കാം. ചില സമയങ്ങളിലൊക്കെ കുറച്ചുകൂടി ഡെഫിനറ്റ് ആയിട്ട് തന്നെ പറയും. ഇപ്പൊ ഫിസ്സാമിന ഇഷ എന്ന് പറയാം, അല്ലെങ്കിൽ ഫിസ്സാമിന ലൈലൻ രാത്രിയിൽ എന്നൊക്കെ പറയാം. ഓക്കെ. മത യകൂന ഈദ് മീലാദ് മസാൻ PM. സബാഹ് എന്ന് പറയാം AM. യെസ്. മത യകൂന ഈദ് മീലാദിക്. മാന ഈദ് മീലാദ് എനിക്കറിയണല്ലോ. ഈദ് മീലാദ് സഈദ് ജന്മദിനം. യെസ്, ബർത്ത്ഡേ. മത യകൂന ഈദ് മീലാദിക്. എല്ലാരും പറഞ്ഞില്ലേ നിങ്ങളുടെ? എപ്പോഴാണ് നിന്റെ How many of you here? മാസ തുടക്കം അല്ലേ? ഫിഷഹറുൽ ഖാദിം എന്ന് പറയുന്നത് ഫിഷഹറുൽ ഖാദിം അടുത്ത വർഷം ആദ്യ മാസം നെക്സ്റ്റ് ആണോ? the next ഖാദിം എന്ന് പറഞ്ഞാല് നെക്സ്റ്റ്, the next month. കഴിഞ്ഞ the last month എന്ന് എങ്ങനെ പറയാ? അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞോളൂ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേ എന്നാ പറഞ്ഞു. ഒരാളുകൾ ഉണ്ടാവില്ല. ഈദ് മീലാദി റിയലി പറഞ്ഞു. ബർത്ത്ഡേ വിഷ് ഒന്നും കിട്ടൂല എന്നാലും പറഞ്ഞു. ഈദ് മീലാദി ഷഹ്റു യൂനിയോ യൂനിയോ ഡേറ്റ് ഒന്നും പറയണ്ടായിരുന്നു, മാസം പറഞ്ഞാൽ മതി. ഫിഷഹരി യൂനിയോ അല്ലെങ്കിൽ ചെലവ് കൊടുക്കണ്ടേ? ഈദ് മീലാദി ഫിഷഹരി. Is there anyone to say? ഈദ് മീലാദി കഴിഞ്ഞ മാസമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എങ്ങനെ പറയാം? ഈദ് മീലാദി ഫിഷഹരി ഇബ്രീൽ. ഈദ് മീലാദി ഫി ഷഹ്രി കഴിഞ്ഞ മാസം, the last month. ഈദ് മീലാദി ഫിഷഹരിൽ മാലി. മാലി എന്നാണ് പറയുക. കഴിഞ്ഞ മാസം എന്ന് പറയാം ഫിഷഹരിൽ മാലി. എന്റെ പറയണ ഈദ് മീലാദി ഫി ഹാദാ الشهر. في هذا عيد ميلادي في هذا الشهر. كيف. next question ആണ് കൈഫ. കൈഫ means എങ്ങനെ? കൈഫ കൈഫ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തി, അതിന്റെ ഫംഗ്ഷൻ, ആക്ഷൻ എങ്ങനെയാണ് നടന്നത് എന്നാണ് പറയുക. കൈഫ. കൈഫ അറഫ കൈഫ അറഫ الابن أن غدا رمضان. കൈഫ അറഫ الابن എങ്ങനെയാണ് അറിഞ്ഞത്? യെസ്, നാളെയാണ് റമളാൻ എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്?
عرف الابن من إعلان المذيع لا إعلان المذيع ബ്രോഡ്കാസ്റ്ററുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താ പറയുക അറിയിപ്പ്. كيف تذهب إلى المسجد അറിയില്ല എങ്ങനെയാണ് എങ്ങനെയാണ് നീ പള്ളിയിലേക്ക് പോകുന്നത്? പള്ളിയിലേക്ക് പോകുന്നത്. أذهب إلى المسجد ماشيا നടന്നുകൊണ്ടാണ്. ماشيا. كيف حالك من എല്ലാവർക്കും അറിയാം. كيف حالك بخير الحمد لله بخير الحمد لله. كيف كان الامتحان السنوي എങ്ങനെ ഉണ്ടായിരുന്നു? How was your exam? എങ്ങനെ ഉണ്ടായിരുന്നു Yes. പരീക്ഷ? The ഇയർലി എക്സാം അതാണ് ഇംതിഹാൻ സനവി എന്ന് പറഞ്ഞാൽ ഇയർ എൻഡ് എക്സാമിനാണ് ഇംതിഹാൻ സനവി എന്ന് പറയുന്നത്. സനവി സന എന്ന് പറയാൻ അറിയില്ല. സന വർഷം. വർഷം. അപ്പൊ സനവി എന്നാണ് പറയുക, വാർഷികം. കാരണം ഇംതിഹാൻ സനവി ജയ്യിദൻ സഹ്ലൻ ബിഇദ്നില്ലാഹ്, വളരെ സിമ്പിൾ ആയിരുന്നു, വെരി സിമ്പിൾ. അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് വളരെ സിമ്പിൾ ആയിരുന്നു, ഈസി ആയിരുന്നു. കൈഫ തുസാഫിറു ഇലൽ ഖലീജ്, ഗൾഫിലേക്ക് യാത്ര പോകുന്നത് എപ്പോഴാണെന്നാണോ? എങ്ങനെയാണ്? ഗൾഫിലേക്ക് പോകുന്നത്? തുസാഫിറു ഇലൽ ഖലീജി അലാമത്തിനി ത്വായിറ. അലാമത്തിനി ത്വായിറ. ത്വായിറ മാന ത്വായിറ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ്. മത്തിന് ത്വായിറ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബോർഡ് ഓഫ് ദ ഫ്ലൈറ്റ്. ബോർഡ് എന്ന് പറയില്ലേ, ബോർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഇല്ല, അത്രയുള്ള ഉദ്ദേശം. അല ത്വായിറ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൻ. മൻ എന്നുള്ളത് ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. മൻ എന്നുള്ളത് എപ്പോഴും ഒരാള്, മനുഷ്യനെ മാത്രമാണ് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മൃഗങ്ങൾ, ഒരു നായനെ കാണുമ്പോൾ മൻ അതാണെന്ന് ചോദിക്കാൻ പാടില്ല. അവിടെ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പകരം എന്താ ഉപയോഗിക്കാം? മാ എന്നാണ് ഉപയോഗിക്കുക. മാ എന്നുള്ളത് ബുദ്ധിയില്ലാത്ത വസ്തുക്കൾക്കും ബുദ്ധിയുള്ളത്. യെസ്. മൻ സതുഇദ്ദു സുഹൂറ ലിൽ-ഉസ്ര. മൻ സതുഇദ്ദു, ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അൽ-ഉമ്മു സതുഇദ്ദു സുഹൂറ ലിൽ-ഉസ്ര. ഉമ്മ പ്രിപ്പയർ. മൻ ഹാദാ. മൻ ഹാദാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം മന്നോണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് എന്തിനെ, ഒരാളെ കുറിച്ചായിരിക്കും ചോദിക്കുക അല്ലെ. മൻ ഹാദാ, ഇത് ആരാണ്. അതേ സമയത്ത് മാ ഹാദാ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അർത്ഥം? ഇതെന്താണ്. അപ്പോ രണ്ടിടത്ത് ഉപയോഗിക്കുന്ന വേർഡിന്റെ ഹാദാ സ്വദീഖി അഹ്മദ്. മഅമൻ സയദ്ഹബുൽ ഇബ്നു ലിസലാത്തി തറാവീഹ്. തറാവീഹ്സ്കാരത്തിന് ആരുടെ കൂടെയാണ് മോന് പോവുക? സയദ്ഹബുൽ ഇബ്നു മഅൽ വാലിദി ലിസലാത്തി തറാവീഹ്. ഓക്കേ. മനില്ലദീ ദഹബ ഇല സൂഖ്. മനില്ലദീ മാ മാന ഹാദാ? മനില്ലദീ ദഹബ, ആരാണ് പോകുന്നത്? ഓക്കെ. അവിടെ അല്ലദീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൻ ദഹബ ഇല സൂഖ് എന്ന് ചോദിച്ചാൽ മതി. ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ചോദിക്കുന്ന, ഒന്നുകൂടി അത് ഊന്നി പറയാൻ വേണ്ടിട്ട്. ആരാണ്, ഏത് വ്യക്തിയാണ് പോയത് എന്ന് ചോദിക്കാണ്. ആരാണ് ചോദിക്കുന്നതിനേക്കാൾ ഏത് വ്യക്തിയാണ്, ആരാണെന്നുള്ള ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലദീ പിന്നെയും കൊടുത്തത്. അപ്പോ അൽ ഖാദിമു ഹുവല്ലദീ ദഹബ ഇല സൂഖ്. അങ്ങനെ അല്ലദീ ചോദിക്കുമ്പോൾ പിന്നെ ആൻസറിലേക്ക് കൊടുക്കുക. അൽ ഖാദിമു ഹുവല്ലദീ ദഹബ ഇല സൂഖ്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? മൻ ദഹബ ഇല സൂഖ്. ഇപ്പൊ എന്താ പറഞ്ഞത്? അൽ ഖാദിമു ദഹബ ഇല സൂഖ്. മൻ കതബ ഖസീദ ഫിൽ ഖുദുസ്. ഫിൽ ഖുദുസ് എന്ന് പറഞ്ഞ കവിത ആരാണ് എഴുതിയത്? യുനോ മൻ ഫിൽ ഖുദുസ് എന്നുള്ള കവിത കേട്ടിട്ടുണ്ടോ? ഫിൽ ഖുദുസ് ഇല്ല. ഖസീദ മഷ്ഹൂറ. ഖസീദ ഫിൽ ഖുദുസ് കതബഹ അശ്ശാഇർ തമീം അൽ ബർഗൂസി. ഒരു ഫലസ്തീനി കവിയാണ് തമീം അൽ ബർഗൂസി. ഓക്കെ. then next ഐന. അടുത്ത ക്വസ്റ്റ്യൻ അദാത്തുൽ ഇസ്തിഫാമാണ്. ഐന. ഐന അൽ വാലിദ് വൽ ഇബ്ൻ. എവിടെയാണ് അൽ വാലിദ് വൽ ഇബ്ൻ? ഫിൽ ബൈത്ത്. ഐന അൽ മുദർരിസ്. മുദർരിസ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഐന അൽ മുദർരിസ്? മദ്രസ. അത് പണ്ട് അല്ലേ. ഇപ്പോ അൽ മുദർരിസ് ഫിൽ കമ്പ്യൂട്ടർ, ഫിൽ ബൈത്ത് നമുക്ക് പറയാം. ഇലാ ഐന തദ്ഹബു ഇദാ ഹാന അൽ ഫജ്ർ. ഇദാ ഹാന അൽ ഫജ്ർ. ഇദാ ഹാന അൽ ഫജ്ർ എന്ന് പറയുന്നത് അർത്ഥം? ഹാന നേരത്തെ പറഞ്ഞല്ലേ, ഓർമ്മല്ല? ഹാന രാവിലെ ആയാൽ പോകുന്നത്. ഇലാ ഐന തദ്ഹബു. നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ എങ്ങോട്ടാ പോവാ? അപ്പൊ അങ്ങനെ പറയാം.
മിൻ ഐന അൻത ഖാദിം എന്ന് വെച്ചാൽ വേർ ആർ യു ഫ്രം എന്നാണ്. മിൻ ഐന അൻത ഖാദിം. നീ നീ എവിടെ എവിടെ നിന്നാണ് നിന്നാണ് വരുന്നത്? യെസ്. വരുന്നത്? അന ഖാദിമുൻ മിനൽ കുല്ലിയ. ഖാദിമും മിനൽ കുല്ലിയ. കോളേജിൽ നിന്നും വരുന്നു. ഐന കിതാബുക. ഐന കിതാബുക. കിതാബി ഫിൽ ഹഖീബ. മാ മഅന ഹഖീബ? ബാഗ്. ബാഗ്. ഇതിന് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കാം. ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇസ്അൽ അൽ ഇബ്ന ലിയുഖ്ബിറക കൈഫ അറഫ അന്ന ഗദന റമദാൻ. ഞാൻ മോനോട് ചോദിക്കണം, എങ്ങനെയാണ് നാളെ റമദാൻ ആണെന്ന് മനസ്സിലായത്? അപ്പൊ ചോദ്യം എങ്ങനെയാണ്? കൈഫ അറഫ്ത അന്ന ഗദന റമദാൻ. നാളെ നോമ്പാണെന്ന് എങ്ങനെയാണ് നീ മനസ്സിലാക്കിയത്? അപ്പൊ അതുപോലെ ഇസ്അൽ അൽ ഇബ്ന, മോനോട് ചോദിക്കണം. ലിതഅരിഫ് മാ അഹ്ലറഹു വാലിദുഹു ലൈലത സിയാം. രാത്രി, നോമ്പിന്റെ രാത്രിയിൽ അവന്റെ ഉപ്പ തയ്യാറാക്കിയത് കൊണ്ടുവന്നത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കണം. എങ്ങനെ ചോദിക്കുന്നത്? എന്ത് ഒരു ഒബ്ജക്റ്റ്. ഉണ്ടോ? ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളവിടെ മാതാ എന്നാ ഉപയോഗിക്കുക അല്ലെ? അപ്പൊ മാതാ അഹ്ലറ അൽ വാലിദ്. അഹ്സൻത്. മാതാ അഹ്ലറ അൽ വാലിദു ലൈലത്തു സിയാം. ലൈലത്തു സിയാം. ബാക്കി പോലെ മതി. മാതാ അഹ്ലറ അൽ വാലിദ് ലൈലത്തു സിയാം. ഓക്കെ, നെക്സ്റ്റ്. ഇസ്അൽ അൽ അബ ലിതഅരിഫ വഅദഹു ലിബ്നിഹി. ഉപ്പാനോടാണ് ചോദ്യം. ലിതഅരിഫ് വഅദഹു ലിബ്നി. മോൻക്ക് എന്ത് വാഗ്ദാനമാണ് നൽകിയത് എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചോദിക്കാം? ഇവിടെ എന്ത് എന്നാണ്, അതായത് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചോദിക്കാം? മാതാ താരിഫെന്നോ? അത് നിങ്ങളോട് പറയണേ. നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചാൽ പോരാ. അതായത് നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ മനസ്സിലാക്കണം, ഉപ്പാനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. എന്താ ചോദിക്കേണ്ടത്? മോനക്ക് വേണ്ടിയിട്ട് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഉപ്പാനോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? ഫോർ എക്സാമ്പിൾ, ഞാൻ ഉപ്പയാണെന്ന് വിചാരിക്കാം, എന്നോട് ചോദിക്കാം. നോ. ഞാനിപ്പോ ഇവിടെ ഉപ്പയായിട്ട് നിൽക്കാന്ന് വിചാരിക്കാം, നിങ്ങൾ എന്നോട് എങ്ങനെ ചോദിക്കും? മാതാ തഅദു ഇബ്നുക. മാതാ അബ്ദി. വഅദാണ്. വഅദി യാബി. മാതാ വഅദി എന്ന് പറഞ്ഞാല് വഅദി. നോ. വഅദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാഗ്ദാനല്ലേ? വഅദി ഈക്കൊരർത്ഥല്ലേ? വഅദി എന്റെ എന്നല്ലേ? എന്റെ വാഗ്ദാനല്ലല്ലോ അറിയണ്ടേ? മാതാ തുഇദൂന. മാതാ വഅദുക. ഓക്കെ, അങ്ങനെ വേണേ ചോദിക്കാം. മാതാ വഅദുക. ആർക്ക്? ഇബ്നി. ഇബ്നുക. ലി വേണം. ലി വന്നാ പിന്നെ കസ്ര ജർ ചെയ്യണം. ലി ഇബ്നിക. അതൊക്കെ നിങ്ങൾ ഓൾറെഡി ഗ്രാമറിൽ പഠിച്ചെന്ന് തോന്നുന്നു. ലി ഇബ്നിക. മാതാ വഅദുക ലിബ്നിക. അതിന് ഫെയിലായിട്ട് ചോദിക്കുകയാണെങ്കിലോ, നീ എന്താണ് ഓഫർ ചെയ്തത്? അപ്പൊ ഇവിടെ ഉപ്പ മുമ്പിൽ നിൽക്കണം. ഉപ്പ മുമ്പിൽ നിൽക്കുമ്പോ നീ, നമുക്ക് മലയാളികളായതുകൊണ്ട് നീ എന്ന് ചോദിക്കാൻ മടിയായിട്ടാണല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഉപ്പാൻ അറബിയിലൊക്കെ നീ തന്നെ പറയാം, ഉപ്പാണെങ്കിലും ഉമ്മാണെങ്കിലും ഒക്കെ. അപ്പൊ നീ എന്താണ് വാഗ്ദാനം ചെയ്തത് എന്ന് എങ്ങനെ ചോദിക്കും? നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഇസ്മായിട്ടാ പറഞ്ഞത്. ഇനി ചെയ്തത് ഒരു ഫെയിലായിട്ട് പറയണമെങ്കിൽ മാതാ വഅത്ത ലിബ്നിക. ഫെയിലായിട്ട് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇസ്അൽനി അൻ വഖ്തിൻ തനാവുൽ സുഹർ. എന്നോട് ചോദിക്കണം എപ്പോഴാണ് പിന്നെ അത്താഴം കഴിക്കുന്നതെന്ന്. ഒന്ന് ചോദിക്കും. മത്താ തനാവല എന്ന് പറഞ്ഞാൽ ആര്? നീ എന്നുള്ള അർത്ഥം. എന്നോട് ചോദിക്കുമ്പോ നീ ചോദിക്കണ്ടേ? മത്താ തനാവല സുഹൂർ. ഓക്കെ, അതിനി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ ചോദിക്കും. ഞാനൊരു നിങ്ങളുടെ മുമ്പിലൊരു സ്ത്രീയാണ്. തനാവലു മുളാരി ആവുന്ന സമയത്ത് തനാവലീന, തഖറഈന, തജ്ലിസീന. മത്താ തനാവലീന സുഹൂർ. യെസ്. മത്താ തഖറഈന അൽ ഖിസ്സ. നീ എപ്പോഴാണ് സ്റ്റോറി വായിക്കുന്നത്? മത്താ തക്തുബീന അത്തംറീനാത്ത്. നീ എപ്പോഴാണ് ആക്ടിവിറ്റീസ് ഒക്കെ എഴുതുക?
ഇസ്അലിനി അൻ സ്വലാത്തി അല്ലത്തി ഉസല്ലിഹ ബഅദൽ ഇശാ ഫി റമളാൻ. റമളാനിനെ ഇശാക്ക് ശേഷം നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തെ കുറിച്ച് എന്നോട് ചോദിക്കൂ. എന്നോടാണ് ചോദിക്കേണ്ടത്, നിങ്ങളാണ് ചോദിക്കേണ്ടത്. അപ്പൊ എന്താ ചോദിക്കാം? ഇശാവിന് ശേഷം മലയാളത്തിൽ ചോദിക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് അറബിയാം. ഇശാവിന് ശേഷം ശേഷമുള്ള നിസ്കാരം ഏതാണ്? നിസ്കാരം ഏതാണ്? എങ്ങനെ ചോദിക്കും? ഏതാണ്, എന്താണ്? മാ ബഅദൽ ഇശാ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഏതാണ് നിങ്ങൾ നിസ്കരിക്കാറുള്ളത്? അതാ വെച്ചിട്ട് ചോദിക്കണമെങ്കിൽ അതാ തുസല്ലി. ഇവിടെ ഉസല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കാം. അപ്പൊ ചോദിക്കുമ്പോ നീ നിസ്കരിക്കുന്നത് അതാ തുസല്ലി. ബഅദൽ ഇശാ. ഇസ്അൽനി അൻ അദദി റകഅത്തി സലാത്തുൽ ഫജ്ർ. സുബഹി നിസ്കാരത്തിന്റെ റകഅത്തുകളെ കുറിച്ച് ചോദിച്ചു. എണ്ണത്തെ കുറിച്ചാണ്. ഇവിടെ എണ്ണ നമ്മൾ നേരത്തെ ചോദിച്ചു, ഇവിടെ എവിടെയും വന്നിട്ടില്ല, എന്നാലും പറയാം. എങ്ങനെയാണ് എണ്ണം ചോദിക്കാം? കം അദദു റകഅത്തി സലാത്തുൽ ഫജ്ർ. കമ്മ് ചോദിച്ചാൽ പിന്നെ അദദ് ചോദിക്കേണ്ട, അദദ് എന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ കം റകഅത്തിൻ സലാത്തുൽ ഫജ്ർ. കം റകഅതൻ ഫീ സലാത്തുൽ ഫജ്ർ അങ്ങനെ ചോദിക്കാം. ശ്രദ്ധിക്കുക, ഇഅ്റാബ് ശ്രദ്ധിക്കുക. കം റകഅതൻ ബിന്നസ്ബ്. രണ്ട് രൂപത്തിൽ പറയുന്ന രണ്ട് അർത്ഥമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയണം, കം സമകിൻ ഫിൽ ബഹർ. എന്നർത്ഥം കടലിൽ എത്ര മത്സ്യങ്ങളുണ്ട്? കടലിൽ എത്ര മത്സ്യങ്ങളുണ്ട്? അതല്ല. കം സമകൻ ഫിൽ ബഹരി എന്ന് ചോദിക്കുകയാണെങ്കിൽ കടലിൽ എത്ര മത്സ്യമുണ്ട്. ഓക്കെ. അതേ സമയത്ത് കം സമകിൻ ഫിൽ ബഹർ കെസ്റായിട്ടാ ചോദിക്കുന്നതെങ്കിൽ കടലിൽ എത്ര പോലും മത്സ്യങ്ങളാണ്, എത്ര മത്സ്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ. അപ്പോ നസ്ബായിട്ട് തന്നെ ചോദിക്കണം. അപ്പൊ കം റകഅതൻ ഫി സലാത്തുൽ ഫജ്ർ. കം റകഅതൻ നസ്ബായിട്ട് തന്നെ പറയണം. ഇസ്അൽ സമീലക ഇദാ സാമ റമളാൻ അൽ മാളി. നിന്റെ സുഹൃത്ത് കഴിഞ്ഞ റമളാന് നോമ്പെടുത്തിരുന്നു എന്ന് എങ്ങനെ ചോദിക്കും? നീ, മലയാളം ഞാൻ പറയാം, നിങ്ങൾ അറബി പറയാം. നീ കഴിഞ്ഞ റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നോ? അവിടെ ഹൽ വെച്ചിട്ടാണ് ചോദിക്കണം. സൗമുക്ക എന്ന് പറഞ്ഞാല് നിന്റെ നോമ്പാണോ? നീ നോമ്പെടുത്തോ? ഹൽ സുംത റമളാൻ അൽ മാളി. അതെക്തി ഹൽ സുംത റമളാൻ അൽ മാളി. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടും. ഇനി ഇവിടെ രണ്ട് തംറീനും കൂടി ഉണ്ട്. രണ്ടെണ്ണല്ലേ ഉള്ളൂ. അതുകൂടി ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചിട്ട് ഇനി സിമ്പിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അജിബാന ലസ്ഇലലാത്തിയ ഫി ജുംലത്തിൻ ഔ ജുംലത്തൈനി ബിമാദാ തശ്ഉറു ഇദാ ജാഅ റമളാൻ. ബിമാദാ തശ്ഉറു ഇദാ ജാഅ റമളാൻ. റമളാൻ വന്നാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? എന്താ തോന്നുക? സന്തോഷാണോ സങ്കടാണോ? സന്തോഷം. അപ്പൊ എങ്ങനെ പറയും? എനിക്ക് സന്തോഷം തോന്നും. എങ്ങനെ പറയും? ഇവിടെയുള്ള വേർഡ് മാത്രം ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. ഇവിടെ ചോദ്യം നോക്ക്, ബിമാദാ തശ്ഉറു. അപ്പൊ തശ്ഉറു നിനക്ക് തോന്നുക. ആ നിനക്ക് എന്നുള്ളത് എന്താക്കിട്ട് മാറ്റി? അശ്ഉറു. അപ്പൊ അശ്ഉറു ഇദാ ജാഅ റമളാൻ. അശ്ഉറു എന്ത് തോന്നും? ജിദ്ദൻ മസ്റൂറൻ. സന്തോഷത്തിന് എന്താ പറയാ? സുറൂർ. ബിസുറൂർ. അപ്പൊ അശ്ഉറു ഷാറിന് ശേഷം ബി വെച്ചിട്ട് പറയാം. അശ്ഉറു ബിസുറൂർ. സന്തോഷത്തിന് വേറൊരു വേർഡും കൂടി ഉണ്ട്. എന്താ പറയാ? بالسعادة. هل صمت رمضان الماضي؟ نعم. صمت رمضان الماضي. Yes, أحسنت. ماذا تحب أن تتناول في الإفطار عادة؟ أتناول
ഇവിടെ ഇനി ഉഹിബു എന്ന് ചോദിക്കാം. മാതാ തുഹിബു എന്നാണ്. അപ്പൊ എങ്ങനെ പറയണം? മാതാ തുഹിബു. أحب نعم أحب 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 أن أحب أتناول في أن الإفطار أتناول العادة. أن في الإفطار أتناول إفطار العادة. في الإفطار عادة. ماذا؟ ആൻസർ ആയിട്ടില്ല. മാതാ മാതാ തുഹിബു. عادة تمر അപ്പൊ തുഹിബുവിന് ശേഷം പറഞ്ഞാൽ മതി. മാതാ ഉഹിബു അൻ അത്തനാവല. മാതാ എന്താണ്? what you prefer? أصير العصير. അപ്പോ ഉഹിബു അൻ അത്തനാവല അൽ അസീർ ഫിൽ ഇഫ്താരി ആദതൻ. ഓക്കേ, അതെ. മതാ യുസല്ലി അൽ മുസ്ലിമൂന തറാവീഹ ഫി റമളാൻ? يصلي المسلمون بعد العشاء يصلي بعد المسلمون العشاء. التراويح التراويح بعد العشاء. في رمضان بعد العشاء. اوكي، ماذا تقول لصديقك اذا قابلته في رمضان؟ انا لا اشرح المعنى، انتم اجيبوا لهذا السؤال. ماذا تقول لصديقك؟ أقول إذا قابلت في رمضان مبارك. يس، رمضان مبارك. سنتين رمضان مبارك. ഇനി ഇംല അൽ ഫറാഗ ഫിൽ ഹിവാർ അല്ലാത്തി മുസ്തഅനിയൻ ബിൽ കലിമാത്ത് അല്ലാത്തി. ബ്രാക്കറ്റിൽ കൊടുത്ത വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അസീർ ഉണ്ട്, ഫാക്കിഹത്ത് ഉണ്ട്, മഗ്രിബ് ഉണ്ട്, കരീം ഉണ്ട്, മസ്ജിദ് ഉണ്ട്. നിങ്ങൾക്ക് അത് നോക്കാതെ തന്നെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. هل تحب عصير؟ ماذا أحضرت للإفطار إبراهيم؟ اشتريت التمر وبعل ഇത് വ്യക്തമാണ്. وبعل فواكه الفواكه. اوكي. عبد الله وعندي داش البرتقال والتمر. عندي فاكهة. عندي فاكهة لا fruits. عندي الفاكهة. ഫാക്കിഹ ഓൾറെഡി പറഞ്ഞില്ലേ? ഫാക്കിഹ ഓൾറെഡി പറഞ്ഞില്ലേ? عندي വേറെ എന്തെങ്കിലും ഫ്രൂട്ടിന്റെ പേര് കൊടുത്താൽ പോലെ. തുഫാഹ്. ഇന്ത്യ അവിടെ തന്നെ കൊടുത്ത അവിടെ ഉള്ള വേർഡ്സ് ഉപയോഗിക്കണം. ഇന്ത്യ أصير أنا അസീർ. അസീർ അൽ ബുർത്തുകാൽ വത്തംർ. وتمر അസീർ അൽ ബുർത്തുകാൽ ഓറഞ്ച് ജ്യൂസ്. ഇബ്രാഹിം ഹൽ തുഫ്തിറു സൗം മിൻ ഡാഷ്? എന്താ ഉള്ളത്? ഹൽ തുഫ്തിറു സൗം മിൻ ഡാഷ്? مسجد മിനൽ മസ്ജിദ്. മസ്ജിദ്. നാം നീ പള്ളിയിൽ നിന്നാണോ നോമ്പ് തുറക്കുന്നത്? അബ്ദുല്ല നാം ഉഫ്തിറു മിനൽ മസ്ജിദ് വഉസല്ലി ഫീഹാ സ്വലാത്ത ഡാഷ്? مغرب സ്വലാത്ത് അൽ മഗ്രിബ്. ഇബ്രാഹിം മാ റഅയുക് മാന? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നിന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം എന്താണെന്നാണ്. മാ റഅയുക, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ്? തനാവുൽ ഇഫ്താറ മഅനാ ഫി ബൈതിനാ? നീ ഞങ്ങളുടെ കൂടെ കഴിക്കണോ? അബ്ദുല്ല ശുക്രൻ. അത്തനാവുൽ ഇഫ്താറ മിനൽ മസ്ജിദ് ആദതൻ. അപ്പോൾ പള്ളിയിൽ നിന്ന് കഴിക്കാറില്ല. ഇബ്രാഹിം റമളാൻ കരീം. ഇവിടെ കരീം എന്നാണല്ലേ? അപ്പോൾ റമളാൻ കരീം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റിലെ യൂണിറ്റിൽ വരുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിൽ കുറച്ച് റീക്യാപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അദവാത്തുൽ ഇസ്തിഫാം ആണ്. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട വെക്കാബുലറീസ് ഉണ്ട്, കുറച്ച് ഫ്രേസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ നക്തഫി ബിഹാദൽ ഖദർ. അഷ്കുറുക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ. യെസ്, റെക്കോർഡ് അവൈലബിൾ ആണ്. اوكي ان شاء الله. فنختتم هنا وسنلتقي بدرس جديد في لقاء اخر. وشكرا لكم والسلام عليكم ورحمه الله وبركاته.